guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് നേരത്തെ തന്നെ ഇടാൻ പോവാണ്. മുന്തിരി വൈനാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഗ്രേപ്പ് വൈൻ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കാന്നുള്ളത്. ഇത് ഏകദേശം 32 ദിവസം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഗ്രേപ്പ് വൈൻ ആണ് കേട്ടോ. അതായത് ഏകദേശം ട്രഡീഷണൽ രീതിയിൽ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, നമുക്ക് മുന്തിരി വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുന്തിരിയാണ്. നമുക്ക് കടകളിൽ പോയി കഴിഞ്ഞാൽ വൈൻ ഉണ്ടാക്കാനുള്ള മുന്തിരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു മുന്തിരി ഉണ്ട്, അത് വാങ്ങാൻ കിട്ടും. കടയിൽ പോയി കടക്കാരനോട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയ മുന്തിരിയാണ്. എല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം 1/2 കിലോ ഉണ്ട്. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. 1/2 കിലോ മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അറിയാലോ, ഞാൻ പറഞ്ഞ പോലെ കഴുകി വൃത്തിയാക്കി നല്ല ഇനം മുന്തിരി നോക്കി എടുക്കുക. ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ. കഴുകുന്ന സമയത്ത് അതിൻ്റെ സ്വീറ്റ്നെസ് അനുസരിച്ചിട്ട് വേണം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മധുരം ഉണ്ടെങ്കിൽ മധുരം വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നത് കുറയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് മണിയും ഈസ്റ്റുമാണ്. ഗോതമ്പ് മണി ഞാനിവിടെ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഏതായാലും മതി. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല, നമുക്ക് സാധാരണ ഈസ്റ്റ് ആയാലും വിരോധമില്ല. ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ നമുക്ക് വെള്ളം വേണം. വെള്ളം ഞാനിവിടെ ഒരു 3/4 ലിറ്റർ അളന്നെടുത്തതാണ്. പഞ്ചസാര ഞാനിവിടെ കാണിക്കാൻ വിട്ടുപോയി. പഞ്ചസാര ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1/2 കിലോ പാക്കറ്റിൽ ഒരു 100 ഗ്രാം കമ്മിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കിലോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. മുന്തിരിയുടെ മധുരം അനുസരിച്ചിട്ട് നല്ല പുളിയുള്ള മുന്തിരി ആണെങ്കിൽ 1/2 കിലോ തന്നെ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. മധുരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഞാൻ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ഭരണി എടുക്കുക. അതിലേക്ക് കുറച്ച് വലിയ ഭരണി എടുത്തോളൂ. അതിലേക്ക് ഞാൻ കഴുകി വെച്ച മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കശക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ്, ഒന്ന് അമുക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ പൾപ്പൊക്കെ പുറത്ത് വരും. അങ്ങനെ എല്ലാ മുന്തിരിയും ഞാൻ ഇവിടെ 1/2 കിലോ മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഭരണിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചതാണ് കേട്ടോ. ഇതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഈ ഭരണി. വൈൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ പഞ്ചസാര ഞാൻ പറഞ്ഞ പോലെ ഇതിൽ 1/2 കിലോന് ഒരു 100 ഗ്രാം കമ്മിയായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഞ്ചസാര. മുന്തിരിയുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി. കഴുകുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗോതമ്പ് മണിയും ഈസ്റ്റും ഇട്ട് കൊടുക്കുകയാണ്. ഗോതമ്പ് മണി നുറുക്ക് ഗോതമ്പല്ല, മുഴുവനായിട്ടുള്ള ഗോതമ്പാണോ നമുക്ക് വേണ്ടത്, ഹോൾ വീറ്റ്. അതേമാതിരി ഏത് ഈസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും യൂസ് ചെയ്യാം, ഡ്രൈ ആയിട്ടുള്ള ഈസ്റ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം അതും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 3/4 ലിറ്റർ വെള്ളം തിളപ്പിച്ച് ചൂടാറി, അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലായ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എൻ്റെ ഭരണി കുറച്ച് ചെറുതാണ്, അപ്പോൾ കൊള്ളുന്ന ഭരണി ഒന്ന് നോക്കിക്കോളൂ. ഇത്തിരി കൂടെ വലുതാണ്, ഒരു 1/4 ഭാഗം കൂടെ വലുതാണെങ്കിൽ എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ അടച്ചിട്ട് ഞാൻ ഇനി ഇതാദ്യം ചെയ്യാൻ പോകുന്നത് ഒരാഴ്ച അനക്കാതെ വെക്കുകയാണ്. അതായത് ശരിക്കും 7 ഡേയ്സ് ഇത് അനക്കാതെ വെക്കുകയാണ്. അപ്പം ഞാൻ ഇറുമ്പും വേറെ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് ഒന്ന് കെട്ടി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അധികം വെയിലൊന്നും അടിക്കാത്ത ഒരു സ്ഥലത്ത്, ഇളക്കാൻ പാകത്തിന് ഒരു സ്ഥലത്ത് മാറ്റി വെക്കാൻ പോവുകയാണ്. 8ാമത്തെ ദിവസം, 7 ദിവസം കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസം നമുക്ക് തുറന്ന് ഇളക്കാൻ തുടങ്ങണം. അപ്പം 8ാമത്തെ ദിവസം ഞാൻ കാണിച്ചു തരാം. അപ്പം അതുവരെ ഇങ്ങനെ തന്നെ വെക്കുക. ഭരണി ഇളക്കാതെ, മാക്സിമം ഇളക്കാതെ ഒരു ഭാഗത്ത് ഇളക്കാൻ പാകത്തിന് വെക്കുക കേട്ടോ. ഇത് 8ാമത്തെ ദിവസമാണ്. നമുക്ക് ഇത് തുറന്നിട്ട് 7 ദിവസം ഇങ്ങനെ അനക്കാതെ വെച്ചതാണ് കേട്ടോ ഈ ഒരു ഭരണി. അപ്പം 8ാമത്തെ ദിവസം ഞാനിത് തുറക്കുകയാണ്. കഴിഞ്ഞു. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇനിയൊന്നുമില്ല. അപ്പം തുറന്ന് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെയാണ് കണ്ടീഷൻ ഇരിക്കുന്നത്. എൻ്റെ ഭരണി കുറച്ച് ചെറുതായിരുന്നു. കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം പൊന്തി പുറത്ത് പോയിട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. അവിടെ നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയി. അപ്പോൾ കുറച്ചുകൂടെ വലിയ ഭരണിയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി മാത്രം ഞാനൊരു തവി അല്ലെങ്കിൽ ഒരു കയ്യിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വൈൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന തവിയാണ്. അപ്പോൾ അതേ തവി വെച്ചിട്ട്
അതിനുവേണ്ടി മാത്രം ഒരു തവിയും ഭരണിയും മാറ്റി വെച്ചോളൂ. വൈൻ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കണം എന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു തവി വെച്ചിട്ട് ഞാനിത് ഇളക്കാൻ പോവുകയാണ്. ഈ ഇളക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടില്ലേ എല്ലാം പൊങ്ങി മേലെ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്, പതഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇളക്കണം ഏകദേശം 21 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സമയം ഇളക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് 6 മണിക്ക് ഇളക്കുകയാണെങ്കിൽ നാളെയും ഏകദേശം ഒരു 6 മണി സമയത്ത് തന്നെ ഇളക്കാൻ നോക്കുക. ഇപ്പം മനസ്സിലായല്ലോ, ഈ ഒരു വൈൻ പ്രോസസ്സ് സമയത്ത് നമുക്ക് എവിടെയും പോയി ആ ഒരു സമയത്ത് എവിടെയും പോകാനൊന്നും പറ്റില്ല. ഇതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. ഇപ്പം വൈന് ഇളക്കുകയാണ്, ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ ശരിക്കും ഇളക്കുന്നുണ്ട്. ഇപ്പം ഒന്ന് നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എങ്ങനെ കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഇളക്കുന്ന സമയത്ത് എല്ലാം പൊങ്ങിയിരിക്കും. ആ ദിവസം അടുക്കും തോറും 21 ദിവസം ആവുമ്പോഴേക്കും ഇത് മെല്ലെ മുന്തിരിയൊക്കെ താഴ്ന്ന് വരും. അതിൻ്റെ കളറൊക്കെ മാറി, ഇപ്പം തന്നെ കളറ് മാറിയിട്ടുണ്ട്. പക്ഷേ നല്ല എന്താ പറയുക, എല്ലാം ചണ്ടി മാത്രമായിട്ട് എല്ലാം താഴേക്ക് പോയിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ 21 ദിവസം ഞാൻ ഇത് ഇനി ചെയ്യാൻ പോവുകയാണ്. ശരിക്കും അതായത് 21 ദിവസം ചെയ്തിട്ട് 22ാമത്തെ ദിവസവും 23ാമത്തെ ദിവസവും നമ്മൾ അനക്കാതെ വെക്കണം. 21 ദിവസം വെക്കുക, എന്നിട്ട് 22nd ഡേ 23rd ഡേ അനക്കാതെ വെക്കുക. ഇത് 24th ഡേ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. തുറക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ വൈന് അരിച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇളക്കും തോറും ഇത് താഴ്ന്ന് വരും. 1-2 പാറിയിരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാം താഴെ എൻ്റെ മട്ടിയെല്ലാം അടിയിൽ എന്താ പറയുക അടിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനൊരു തുണിയിൽ അല്ലെങ്കിൽ ഒരു തോർത്തിലോ നല്ല കഴുകി വൃത്തിയാക്കിയ തുണി കേട്ടോ, അതിലേക്ക് ഞാൻ ഒന്ന് അരിക്കാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇരിക്കും തോറും നമ്മുടെ കുപ്പിയിൽ ഇരിക്കും തോറും ഇങ്ങനെ തെളിഞ്ഞ് വരും, അടിയിലേക്ക് ഇങ്ങനെ മട്ടി വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. എൻ്റെ നമ്മൾ ഗോതമ്പ് മണിയും ഈസ്റ്റും മുന്തിരിയുടെ ചണ്ടിയും ഒക്കെ ഉണ്ട്. പൾപ്പൊക്കെ ഇതിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഓരോ ദിവസം ഇളക്കുമ്പോഴും എന്താ മണം അറിയോ, വൈനിൻ്റെ ഇങ്ങനെ മണം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ തുണിയിലൊന്ന് അരിച്ച് പിഴിഞ്ഞ് ഈ ഒരു ബാച്ച് ആദ്യം കാണിച്ചു തരാം. അപ്പം എനിക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഏകദേശം ഒരു 2-2.5 ലിറ്ററോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ ഒരു 3 ലിറ്റർ കിട്ടിയെന്ന് എനിക്ക് പറയാം. കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യത്തെ ബാച്ച് ഒഴിച്ചു കൊടുക്കണം. കുപ്പി നല്ല കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചതാണ്, ചുടുവെള്ളം ഒഴിച്ച് കഴുകിയതാണ്. വേറെ എരിവുള്ള കാര്യങ്ങളോ ഒന്നും ഇതിൽ തട്ടിയിട്ടില്ല. ഈ ഒരു കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ശരിക്കും ഈ ഒരു വൈൻ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 7 ദിവസം പിന്നെ 8ാമത്തെ ദിവസമാണ് നമ്മൾ ഇളക്കുന്നത്. 8ാമത്തെ ദിവസം തൊട്ട് 21 ദിവസം കണക്ക് വെക്കുക. പിന്നെ 22ാമത്തെ ദിവസവും 23ാമത്തെ ദിവസവും നമ്മൾ അനക്കാതെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് 24ാമത്തെ ദിവസമാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതായത് ടോട്ടലി അങ്ങനെ വരും നോക്കുമ്പോൾ 32 ഡേയ്സ് വരും. 32ാമത്തെ ദിവസമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ 4-5 ദിവസത്തിൽ എങ്ങനെ വൈൻ ഉണ്ടാക്കാം എന്നുള്ളതും ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നേരത്തെ ഇട്ടത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25-ാം തീയതി ഇത് ഓപ്പൺ ചെയ്യാം, ഡിസംബറിന്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.